അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചിലപ്പോൾ ചില സഹോദരിമാർ പറയും, ഞാൻ എൻ്റെ മക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഓൽക്ക് ഇഷ്ടാവില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് ദേഷ്യമാണ്. ഞാൻ പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കില്ല എന്നൊക്കെ പറയും. എന്തുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ഇഷ്ടാവാത്തത് എന്താണ്? ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സംസാരങ്ങൾ പല രീതിയിലുണ്ട്. ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റൊരാളോട് നമ്മൾ പറയുക. അത് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പറയും ഷെയർ ചെയ്യാന്ന് പറയും. നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരാളോട് എങ്ങനെ പറയാം? ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല, ഞാനിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത്, ഞാൻ എന്തൊക്കെ ഇടങ്ങാറാ ബുദ്ധിമുട്ട്, അത് നമ്മൾ ഷെയറിംഗ് എന്ന് പറയില്ല. നമുക്കത് പറയുന്നതിനോടൊരു ആശ്വാസം കിട്ടൂല, കേൾക്കുന്നവനും ഒരു സമാധാനം കിട്ടൂല. അപ്പോൾ അതെന്താ പറയുക, അത് നമ്മൾ സ്മൂത്തായി വളരെ ഒരു കുടുംബപരമായി സൗഹാർദ്ദപരമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവിനോടായാലും മക്കളോടായാലും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അവരത് കേട്ടിരിക്കും, അവർ നമ്മളെ സമാധാനിപ്പിക്കും. അപ്പോൾ അതങ്ങനെ സംസാരിക്കുമ്പോൾ അത് ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും, നമ്മോട് സഹതാപം തോന്നും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവർ കൂട്ടായ ശ്രമങ്ങൾ നടത്തും. ഇനി അതിലെ മറ്റൊരു സംസാരം ഉപദേശമാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉപദേശം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ വേണം ഉപദേശമാണെങ്കിൽ. ഒന്ന് യുക്തിപരമായിരിക്കണം. യുക്തിപരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഉപദേശം അവർ ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ വളരെ ബുദ്ധിപൂർവമായിക്കൊണ്ടും സന്ദർഭവും സമയവും സാഹചര്യമൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത സമയത്ത്, അതിനെ തിരുത്തുന്ന സമയത്ത് നമ്മൾ ഉപദേശിച്ചാൽ അത് അവർക്ക് തോന്നില്ല. നമ്മൾ നല്ലൊരു സാഹചര്യം സന്ദർഭത്തിലും പറയുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. പിന്നെ മൗഇദത്തുൻ ഹസന, ഒരു നല്ല ഉപദേശമായിരിക്കണം. അതായത് സ്നേഹത്തോടുകൂടെ പറയണം, നല്ല വാക്കുകൾ ഉപയോഗിച്ച് വളരെ ഗുണകാംക്ഷയോടുകൂടെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയണതെന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊരു കുറ്റപ്പെടുത്തലായി, വിമർശനമായി, അവഹേളിക്കലായി, അപഹസിക്കലായി, പരസ്യമായി അവരെ ശാസിക്കലായി മനസ്സിലാകാത്ത രൂപത്തിൽ വളരെ യുക്തിപരമായും ബുദ്ധിപരമായും വളരെ സ്നേഹത്തോടു കൂടെയും നമ്മൾ പറയുമ്പോഴേ അതിന് ഉപദേശമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് നമ്മുടെ ഷെയറിങ്, വിഷമങ്ങൾ പറയാം, അതിൻ്റെ രൂപമുണ്ട്. അതേപോലെ ഉപദേശം, അതിന് വേറെ രൂപമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മറ്റൊന്നാണ് എന്ത് കാര്യങ്ങൾ, നമ്മൾ ഒരാളെ ശാസിക്കുക, ചീത്ത പറയുക, കുറ്റപ്പെടുത്തുക എന്നുള്ളത്. അതൊരു പ്രയോജനമില്ലാത്തൊരു പ്രവർത്തനമാണത്. മനസ്സിലായില്ലേ? നമ്മളത് പറയുമ്പോൾ അവരതൊന്നും കേൾക്കൂല. ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന് വിളിച്ചിട്ട്, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിയില്ല, ഞാൻ എന്തൊരു കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇതുവരെ ഒന്നും ഇരുന്നിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. ഇതൊന്നും എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാളോട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അയാളെ കുറ്റപ്പെടുത്തി അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോഴും നമ്മൾ പറയുന്നതൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ശാസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും മിനിമം നമ്മളൊരു കാര്യം വരുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതിനോടുള്ളൊരു പ്രതിഷേധം ഉണ്ടല്ലോ, അതിൻ്റെ അത്ര ഫലം ആ സമയത്ത് പറയുന്നൊരു വാക്കിനില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ മുഖത്ത് വെറ്റുന്നൊരു മുഖഭാവത്തിൻ്റെ വ്യത്യാസത്തിന് പോലും വലിയ ശാസന, ചിലപ്പോൾ ഒരു മൗനത്തിനുണ്ട് വലിയ ശാസന. നമ്മളൊന്നും മിണ്ടാതിരിക്കുക. മനസ്സിലായി? നമ്മുടെ കുട്ടികൾ തമ്മിലൊരു വഴക്കടിക്കുമ്പോൾ നമ്മളൊന്ന് ഗൗരവമായിട്ട് നോക്കി നമ്മൾ തിരിച്ചു വന്നു, ഒന്നും മിണ്ടിയില്ല. അതൊക്കെ അവർക്ക് ഷോക്ക് ഉണ്ടാവും. നമ്മൾ വെറുതെ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെയും സംസാരങ്ങളെയും നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് എന്തിനാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. വിഷമം പറയുമ്പോൾ നമ്മുടെ വിഷമം തീരുന്നുണ്ടോ എങ്കിലത് വിഷമം പറച്ചിലാണ്. നമ്മുടെ ഒരാൾ ശാസിക്കുമ്പോൾ അത് അയാളിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടോ എങ്കിലത് ശാസനയാണ്. നമ്മൾ ഉപദേശിക്കുമ്പോൾ ഒരാളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എങ്കിലത് അയാൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ ഉപദേശമാണ്. ഇതൊന്നുമില്ലാത്ത സംസാരങ്ങൾ മുഴുവൻ നമുക്ക് ദോഷവും നമുക്ക് കുറ്റവുമായി തീരുകയേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ നന്നാക്കിയാൽ, ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅ്മാലക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവും, നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അപ്പോൾ നല്ല സംസാരങ്ങൾ സംസാരിക്കാനും സംസാരങ്ങൾ പ്രയോജനപ്രദമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.